വളരെ യാദൃശികമായിട്ട് ഇന്നത്തെ യാത്രയിൽ കണ്ടൊരു സ്ഥലമാണ് ചെപ്പാറ കേവ്, ചെപ്പാറ റോക്ക് ഗാർഡൻ എന്ന് പറഞ്ഞ സ്ഥലം. ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം വിസ്തൃതിയിൽ പരന്ന് കിടക്കുന്നൊരു പാറയാണ്. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റായിട്ട് വരുന്നത്. തൃശ്ശൂർ ജില്ലയിൽ നിന്ന് അല്ലെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് ഷൊർണൂരിലേക്ക് പോകുന്ന വഴി വടക്കാഞ്ചേരിക്ക് അടുത്തായിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. വളരെയധികം ഫേമസ് ഒന്നും ആയിട്ടില്ലെങ്കിലും ധാരാളം ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു സ്പോട്ടാണിത്. ഇത് നമ്മുടെ ഫ്രണ്ടാണ് രജീഷ് ചേട്ടൻ. ആളാണ് ഈ സ്ഥലം നമുക്ക് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ ആളുടെ ഗൈഡൻസിൽ നമ്മൾ ഈ മലയൊന്ന് കയറാനുള്ള ഒരു പ്ലാനിലാണ്. നമുക്ക് വീഡിയോ കണ്ടു നോക്കാം കേട്ടോ. ഈ ചെറിയ മല കയറിയപ്പോഴേക്കും ഏകദേശം നന്നായി കിതച്ചിട്ടുണ്ടായിരുന്നു. ചെപ്പാറയെക്കുറിച്ച് കൂടുതലായിട്ട് പഠിച്ചപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞത് പണ്ട് കാലങ്ങളിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, എത്ര വർഷങ്ങളാണെന്ന് എനിക്കറിയില്ല, അത്രയും വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ പഴയ മുനി വര്യന്മാരുണ്ടല്ലോ, മുനിശ്രേഷ്ഠന്മാർ വന്നിട്ട് തപസ്സിരുന്നിരുന്ന സ്ഥലമാണെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അതിൻ്റെ ശേഷിപ്പുകളായ കുറേ മുനിയറകളെല്ലാം ഇവിടെ കാണാം. അതെല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതുകൂടാതെ കുറേ വ്യൂ പോയിൻറ്റ്സ് ഉണ്ട് ഇവിടെ നിന്ന്. ഈ മലയുടെ മുകളിൽ നിന്ന് ഇപ്പോൾ നമ്മൾ കാണുന്നത്, നമ്മൾ താഴെ നിന്ന് കയറി വന്ന ആ ഒരു വഴിയാണ് ഈ കാണുന്നത്. നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടാണ് അങ്ങോട്ട് കയറി വന്നിട്ടുള്ളത്. ആ ഒരു വ്യൂ ആണ് കാണുന്നത്. ഈ കൈവരികളിലൂടെ ഇങ്ങനെ കയറിയിട്ടാണ് അതിന് മുകളിലേക്ക് വരേണ്ടത്. ഇനി കുറച്ചുകൂടെ നല്ലൊരു വ്യൂ കാണിച്ചു തരാൻ പറഞ്ഞിട്ട് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. പ്ലാസ്റ്റിക് കൊണ്ടിടുന്ന പരിപാടിയാണ് നടത്തേണ്ടത്. ആൾക്കാരിത് ചെയ്യാം. ഇവിടേക്കാ പോലീസൊക്കെ വരും. ഇതൊക്കെ ശരിക്ക് ആൾക്കാർ താമസിക്കുന്ന സ്ഥലമല്ലേ? ഇത് മരങ്ങളുള്ള കാരണം തോന്നുന്നതല്ലേ, കാട് പോലെ. കുറച്ച് പാടം പോലെ സംഭവം അല്ലേ? പാടം റോഡൊക്കെ കാറൊക്കെ വരുന്നത്. കണ്ടു കഴിഞ്ഞ പക്ഷേ ഒരു ഫോറസ്റ്റ് ഏരിയ എന്തായാലും ലുക്ക് ഉണ്ട്. മെയിനായിട്ട് ഹാബിറ്റബിൾ ലൊക്കേഷൻ. ആൾക്കാരുകളുണ്ട് ഇവിടെ. ഇവിടെയൊക്കെ വീടുകളുണ്ട്. ഇവിടെയൊക്കെ ശരിക്കും തോട്ടം പോലെയുള്ള സെറ്റപ്പ് ആയിരിക്കും. റബ്ബറും കാര്യങ്ങളൊക്കെ ആയിട്ട് കർഷകർ. സംഭവം ഫോണിൽ കാണുമ്പോൾ അതിൻ്റെ കറക്റ്റ് ഭംഗി കിട്ടില്ല. ഈ കാണുന്നത് അതിന്റെ ചുറ്റും അതാണ് വെള്ളം. ഇത് അകമലില്ലേ, ട്രെയിനൊക്കെ പോകുന്നത് അപ്പുറത്ത് കൂടെ വടക്കാഞ്ചേരി. അങ്ങനെ പോയി കഴിഞ്ഞാൽ നേരെ പുന്നമ്പറമ്പ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ
മയിലല്ലേ കയറണല്ലേ? മഴയില്ലെങ്കിൽ നല്ല കോട വരുന്നുണ്ട്. അപ്പോൾ ആ ഇതിൻ്റെ സൈഡിലൊക്കെ കോട കാണാം. ആ മലയുടെ ബാക്കിലൊക്കെ കോട ഈ ഭാഗത്തായിട്ട് കാണാം. കോളേജ് ടീമേ ഇടയ്ക്ക് ഇവിടെ ഒരു റിസോർട്ട് ഉണ്ട്. കഴിഞ്ഞിട്ട് ഒരു കുപ്പിയും കൊണ്ട് ഇങ്ങോട്ട് പോരും. വരാൻ വേണ്ടി കാറ് മുറ്റത്തിന്റെ തുണക്കിൽ ഞാൻ വണ്ടി എന്റെ രാവിലെ ഈ സാധനം നിങ്ങളുടെ മുറ്റത്തിന്റെ നടുക്കില്ല അപ്പുറത്ത് വഴിയുണ്ട്. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ കാണില്ല ആ സമയത്ത് ഒന്നാമത്തെ നല്ല ഇരുട്ടായി. കോഴി മാത്രം ബാക്കിൽ ഗ്ലാസ് കാണില്ല. അത് നേരെ കുറച്ച് ഡേഞ്ചർ ആണ് ഇവിടെ കയറി വരണതൊക്കെ. നടക്കാനുള്ള വഴികളാണ് ഞാൻ. സോളാർ കത്തുന്നുണ്ടല്ലേ. താഴത്തേക്ക് ഇറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. വെള്ളമുണ്ട്. തൽക്കാലം ക്യാമറ ഓഫാക്കട്ടെ, അല്ലെങ്കിൽ താഴത്തേക്ക് എത്തും. ഞാൻ ഇറങ്ങിക്കഴിഞ്ഞു. പാറയുടെ മുകളിൽ നിന്ന് ഇറങ്ങി ധരിക്കുന്നു. ഭയങ്കര വൈബായിട്ടിരിക്കേണ്ട ആൾക്കാർ. അങ്ങനെ മലയിറങ്ങി താഴെ എത്തിയതിനു ശേഷം ഭയങ്കരമായിട്ട് താഴ്ന്നു. അപ്പോൾ തൊട്ടടുത്ത് നമ്മൾ കുടുംബശ്രീ ടീം നടത്തുന്നൊരു റിഫ്രഷിങ് പോയിന്റ് ഉണ്ട്. അവിടെ നിന്ന് ഒരു ചെറിയ സോഡാ സർബത്ത് കുടിച്ചിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ കൊണ്ട് അവസാനിപ്പിച്ചു. അപ്പോൾ വീഡിയോ കണ്ട് സഹിച്ച എല്ലാവർക്കും നന്ദി.